ശക്തമായ പ്രതിഷേധ പരിപാടികളുമായി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിന് നേരെ പ്രതിപക്ഷം പ്രതിഷേധം കനപ്പിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായി ഇന്ന് കണ്ണൂരിൽ വെച്ചും വീണ ജോർജിന് നേരെ KSUവിന്റെ പ്രതിഷേധം അതിരുകടന്നു എന്നാണ് നിലവിൽ മനസ്സിലാക്കേണ്ടത്. KSU നടത്തിയ പ്രതിഷേധം അക്രമാസക്തമായി ആക്രമണം സംഭവിച്ചു. അതിൽ വീണ ജോർജിന് ഗുരുതരമായ പരിക്ക് എന്നാണ് നിലവിൽ മനസ്സിലാക്കുന്നത്. ഇതിനേറെ പറയുന്നു, മന്ത്രി നിലവിൽ ICUവിലാണെന്നടക്കമുള്ള വാർത്തകൾ പുറത്തു വരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ട് ആശുപത്രിയിലെത്തി മന്ത്രി വീണയെ കണ്ടിരിക്കുന്നു. KSU പ്രവർത്തകരുടെ കരിങ്കൊടി പ്രതിഷേധത്തിനിടയിലാണ് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിന് പരിക്ക് സംഭവിച്ചത്. സംഭവം നടക്കുന്നത് കണ്ണൂർ റെയിൽവേ സ്റ്റേഷന്റെ പരിസര പ്രദേശങ്ങൾ വെച്ചാണ്. മന്ത്രിയെ ജില്ലാ ആശുപത്രിയിലേക്ക് ഉടനടി തന്നെ പരിക്ക് പറ്റിയതിന് പിന്നാലെ പോലീസ് മാറ്റിയിട്ടുണ്ട്. പോലീസ് സ്ഥലത്തുണ്ടായിരുന്നെങ്കിൽ പോലും പ്രതിഷേധക്കാരെ നിയന്ത്രിക്കുന്നതിൽ പോലീസ് പരാജയപ്പെട്ടു എന്നാണ് ആക്ഷേപം. കാര്യമായ രീതിയിൽ പ്രതിഷേധക്കാരെ പിടിച്ചു മാറ്റാനോ ഒന്നും തന്നെ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നാണ് കുറ്റപ്പെടുത്തൽ പുറത്തുവരുന്നത്. മന്ത്രി രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മന്ത്രി വീണയ്ക്ക് നേരെ പ്രതിഷേധക്കാർ പാഞ്ഞെടുക്കുകയായിരുന്നു. ഏറെ പണിപ്പെട്ട് പോലീസുകാർ പ്രതിഷേധക്കാരെ മാറ്റി. അതിനുശേഷമാണ് കഴുത്തിനും കൈക്കും പരിക്ക് പറ്റിയെന്നും മർദ്ദനമേറ്റെന്നും കഠിനമായ വേദനയുണ്ടെന്നും മന്ത്രി പറഞ്ഞത്. വളരെ വേഗത്തിൽ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനെ അടക്കം സംഭവ സ്ഥലത്ത് നിന്ന് വിളിച്ചു പറഞ്ഞ് ശേഷം വൻ പോലീസ് സന്നാഹത്തോടെ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. വന്ദേ ഭാരത് ട്രെയിനിൽ പോകാൻ വേണ്ടിയിട്ടായിരുന്നു മന്ത്രി റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയത്. ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ വന്ദേ ഭാരതിലെ ട്രെയിൻ യാത്ര ചെയ്യാനെത്തിയപ്പോൾ ടിക്കറ്റ് കൗണ്ടറിനടുത്ത് വെച്ച് പ്രതിഷേധം സംഘടിപ്പിക്കാൻ യൂത്ത് കോൺഗ്രസ് തീരുമാനിച്ചു. പ്രതിഷേധം അതിര് കടന്നപ്പോൾ അസഹ്യമായ വേദന അനുഭവപ്പെട്ടപ്പോൾ മന്ത്രിയാകട്ടെ യാത്രയടക്കം റദ്ദാക്കി. കണ്ണൂരിൽ പലയിടത്തും കഴിഞ്ഞ ദിവസങ്ങളിൽ മന്ത്രിക്കെതിരെ ഇത്തരത്തിലുള്ള പ്രതിഷേധം നടന്നിരുന്നു. ആരോഗ്യ വകുപ്പിലുണ്ടാകുന്ന ആശുപത്രികളിലുണ്ടാകുന്ന അനാസ്ഥയെക്കുറിച്ചുള്ള വാർത്തകൾ ദിനം പ്രതി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ കൂടിയാണ് മന്ത്രി രാജിവെക്കണമെന്നും മന്ത്രി കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടിപ്പോൾ യൂത്ത് കോൺഗ്രസ് ശക്തമായി പ്രതിഷേധിക്കുന്നത്. പോലീസ് സ്ഥലത്തുണ്ടായിരുന്നെങ്കിൽ പോലും അവർക്ക് കാര്യമായ രീതിയിൽ ഇടപെടാൻ കഴിഞ്ഞിട്ടില്ല. പോലീസിന്റെ വലയം ഭേദിച്ചായിരുന്നു മന്ത്രിയെ പ്രതിഷേധക്കാർ കയ്യേറ്റം ചെയ്തതെന്നാണ് CPM ആരോപണം. ഇതേ ട്രെയിനിൽ തന്നെ പോകാൻ വേണ്ടി സ്പീക്കർ AN ഷംസീറും സംഭവ സ്ഥലത്തുണ്ടായിരുന്നു. സ്പീക്കർ ആദ്യമേ പ്ലാറ്റ്ഫോമിൽ എത്തിയിരുന്നു. മന്ത്രി എത്തിയപ്പോഴാണ് പ്രവർത്തകർ ഇത്തരത്തിൽ പാഞ്ഞെടുത്തത്. സമരക്കാരാണ് മന്ത്രിയെ ആക്രമിച്ചതെന്നാണ് സംഭവത്തിന് ശേഷം സ്പീക്കറും പറയുന്നത്. പ്രതിഷേധിക്കുന്നതിൽ തെറ്റില്ല, പ്രതിഷേധിക്കാം, പക്ഷേ കയ്യേറ്റം ചെയ്യാൻ പാടില്ല. പ്രത്യേകിച്ചും ഒരു ജനപ്രതിനിധിയെ, ഒരു മന്ത്രിയെ കയ്യേറ്റം ചെയ്യുന്നത് ജനാധിപത്യത്തിന് ഭൂഷണമല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. മുഖ്യമന്ത്രിയുമായി ഉടനടി തന്നെ മന്ത്രി വീണ ജോർജ് സംസാരിച്ചിരുന്നു. CMA കഴുത്തിന് നല്ല വേദനയുണ്ട്, കയറി വരുമ്പോൾ ഉന്തും തള്ളും ഉണ്ടായി എന്നാണ് മന്ത്രി മുഖ്യമന്ത്രിയെ വിളിച്ചറിയിച്ചത്. തുടർന്ന് മുഖ്യമന്ത്രി നേരിട്ട് തന്നെ ആശുപത്രിയിലെത്തി മന്ത്രിയുടെ ആരോഗ്യസ്ഥിതി തിരക്കി. പരിക്ക് സാരമായതിനെ തുടർന്ന് മന്ത്രി നിശ്ചയിച്ചിരുന്ന യാത്രയടക്കം റദ്ദാക്കേണ്ട ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ആക്രമണത്തെ ശക്തമായി തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും മറ്റ് CPM നേതാക്കളും അപലപിച്ചിരിക്കുന്നത്. വീണ ജോർജിനെ കാണാൻ ആശുപത്രിയിലെത്തിയ ശേഷമായിരുന്നു ഇക്കാര്യത്തെക്കുറിച്ച് മുഖ്യമന്ത്രി പ്രതികരിച്ചത്. കണ്ണൂരിൽ വെച്ചുണ്ടായ KSUവിന്റെ മന്ത്രിക്കെതിരെയുള്ള ഈ ആക്രമണം എന്നത് ഹീന രാഷ്ട്രീയമെന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത്. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചാണ് ആരോഗ്യമന്ത്രിയെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ചത്. അവിടെ ഉണ്ടായത് ഏതെങ്കിലും ഒരു പ്രതിഷേധ പ്രകടനമല്ല, ഒരു കൂട്ടം അക്രമികളുടെ വിളയാട്ടമാണ്. പ്ലാറ്റ്ഫോമിലേക്ക് നടക്കുമ്പോഴാണ് മന്ത്രി ആക്രമിക്കപ്പെട്ടത്. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ആരോഗ്യ മേഖലയാണ് കേരളത്തിലേത്. അതെല്ലാ ഔദ്യോഗിക ഏജൻസികളും അംഗീകരിച്ചതുമാണ്. എന്നിട്ടും ചില സംഭവങ്ങൾ പർവ്വതീകരിച്ച് അതിൽ ഒരു തരത്തിലും ഉൾപ്പെട്ടിട്ടില്ലാത്ത മന്ത്രിക്കെതിരെ ആക്രമണം നടത്തുന്നതിനെ രാഷ്ട്രീയമായിട്ടല്ല, രാഷ്ട്രീയ ആഭാസമായിട്ടാണ് കാണാൻ കഴിയുക എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. തങ്ങളുടെ അനുയായികളെ കയറൂരി വിട്ട് നാട്ടിലെ ക്രമസമാധാനം തകർക്കാമെന്നോ കലാപമുണ്ടാക്കാമെന്നോ കോൺഗ്രസ് നേതൃത്വം കരുതരുത്. ഇതിന്റെ ഉത്തരവാദിത്തം കോൺഗ്രസിന്റെയും UDF മുന്നണിയുടെയും നേതൃത്വത്തിന്റെയും തന്നെയാണ്. തീർത്തും അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ച് രാഷ്ട്രീയത്തെ മലീമസമാക്കുന്ന അവരുടെ ശൈലിയുടെ പ്രതിഫലനം കൂടിയാണ് ഈ KSU അക്രമികൾ ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. ഇത് അത്യന്തം അപലപനീയവും പ്രതിഷേധാർഹവുമാണെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. ഇതോടൊപ്പം മന്ത്രി ICUവിലായിരിക്കുന്നുവെന്നാണ് CPM നേതാവ് P ജയരാജൻ ഇതിനുശേഷം ചൂണ്ടിക്കാട്ടിയത്. വീണ ജോർജിന് നേരെ കണ്ണൂരിലുണ്ടായത് യൂത്ത് കോൺഗ്രസിന്റെ ഗുണ്ട ആക്രമണമെന്നാണ് DYFI സംസ്ഥാന സെക്രട്ടറി VK സനോജ് പറയുന്നത്. കണ്ണൂർ നഗരത്തിൽ ഇന്ന് വൈകുന്നേരം 4:30 മുതൽ DYFIയുടെ പ്രതിഷേധ പ്രകടനവും ഇതിനു പിന്നാലെ ആഹ്വാനം ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രതിപക്ഷ നേതാവ് നൽകിയ നിർദ്ദേശമനുസരിച്ചാണ് ഈ ആക്രമണം നടന്നതെന്നാണ് മന്ത്രി ശിവൻകുട്ടി പറയുന്നത്. പകരത്തിന് പകരം ആലോചിക്കുന്നില്ല, ശക്തമായ പ്രതിഷേധമുണ്ടാകുമെന്ന് ശിവൻകുട്ടിയും വ്യക്തമാക്കി. ആക്രമണത്തിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധ പ്രകടനം ഇന്ന് തന്നെ നടത്തുമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി തന്നെ മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. CPM ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ ആശുപത്രിയിൽ സംഭവ സമയത്ത് എത്തിയിരുന്നു.
അതേസമയം ഈ ആക്രമണത്തെ പൂർണ്ണമായും നിഷേധിക്കുകയാണ് കോൺഗ്രസ് നേതാക്കൾ. കാരണം അങ്ങനെ ഒരു ആക്രമണം അവിടെ ഉണ്ടായിട്ടില്ല. മന്ത്രിയുടെ ദേഹത്ത് പ്രതിഷേധക്കാർ തൊട്ടിട്ടില്ല എന്നാണ് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് പറയുന്നത്. അങ്ങനെയെങ്കിൽ പിന്നെ എങ്ങനെ പരിക്ക് സംഭവിച്ചു? രാഷ്ട്രീയ നേട്ടം കൊയ്യാനുള്ള ഒരു നാടകമായിരുന്നു ഇതെന്നാണ് KSU പ്രതികരിച്ചത്. സമാധാനപരമായി പ്രതിഷേധിച്ചു. അതിൻ്റെ വീഡിയോ ദൃശ്യങ്ങളടക്കം ഇതിനോടകം പുറത്തു വന്നിട്ടുണ്ട്. അത് പരിശോധിക്കാവുന്നതാണ്. അല്ലാതെ മന്ത്രിയെ കയ്യേറ്റം ചെയ്യുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോയിട്ടില്ല എന്നാണ് KSU വൈസ് പ്രസിഡന്റ് ഷമ്മാസ് മാധ്യമങ്ങളോട് പറഞ്ഞത്. കണ്ണൂരിൽ സമീപ ദിവസങ്ങളിലൊക്കെ തന്നെ വ്യാപകമായി വീണ ജോർജിനെതിരെ പ്രതിഷേധം ഉയർത്തിയിരുന്നു. യൂത്ത് ലീഗ് പ്രവർത്തകർ AKG ആശുപത്രിക്ക് സമീപത്ത് മന്ത്രിയുടെ വാഹനം തടഞ്ഞു നിർത്തി പ്രതിഷേധിച്ചിരുന്നു. പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് മാറ്റിയ ശേഷമാണ് മന്ത്രി യാത്ര തുടർന്നത്. ഇതിനുശേഷമാണ് മന്ത്രിക്ക് നേരെ KSU പ്രവർത്തകർ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് പ്രതിഷേധം നടത്തിയത്. വാഹനത്തിൽ നിന്നിറങ്ങി റെയിൽവേ സ്റ്റേഷനിലേക്ക് കയറിയ സമയത്തായിരുന്നു പ്രവർത്തകരും എത്തിയത്. കണ്ണൂരിൽ പലവിധ പരിപാടികളുമായിട്ടായിരുന്നു മന്ത്രി എത്തിച്ചേർന്നത്. ഈ പരിപാടികളിൽ പങ്കെടുത്ത് തിരികെ മടങ്ങുന്നതിനിടയിലായിരുന്നു പലയിടത്തും ഇത്തരത്തിൽ പ്രതിഷേധം ഉയർന്നത്. ആദ്യം കല്യാടുള്ള ആയുർവേദ ഗവേഷണ കേന്ദ്രത്തിന്റെ പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയപ്പോഴായിരുന്നു യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം. ശേഷം പെരിങ്ങോത്ത് വെച്ചും മന്ത്രിക്ക് നേരെ പ്രതിഷേധമുണ്ടായി. അതിനു പിന്നാലെ കണ്ണൂർ നഗരത്തിലെത്തിയ മന്ത്രിയുടെ വാഹനം യൂത്ത് ലീഗ് തടഞ്ഞു. ഇതെല്ലാം കഴിഞ്ഞ് തിരികെ തിരുവനന്തപുരത്തേക്ക് എത്താൻ വേണ്ടി റെയിൽവേ സ്റ്റേഷനിലെത്തിയപ്പോഴായിരുന്നു KSUവിന്റെ പ്രതിഷേധം. വഴി തടഞ്ഞ KSU പ്രവർത്തകരോട് മന്ത്രി രൂക്ഷമായി തന്നെ പ്രതികരിച്ചതും കയർക്കുന്നതുമൊക്കെ തന്നെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വീഡിയോ ദൃശ്യങ്ങളിൽ കാണാമെന്നാണ് KSU പ്രവർത്തകർ പറയുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസ്.